നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. GST പ്രകാരം രാജ്യത്ത് സ്വർണത്തിന് ഒരൊറ്റ നികുതിയാണെങ്കിലും പല വിലയാണ് ഈടാക്കുന്നത്. കേരളത്തിൽ തന്നെ വ്യത്യസ്ത നിരക്കുകളാണുള്ളത്. രാജ്യത്ത് ഏകീകൃത സ്വർണ്ണവില നിർണ്ണയം കൊണ്ടുവരാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ സ്വർണ്ണാഭരണ വ്യാപാരികളുടെ സംഘടനകളാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. 4ഓളം സംഘടനകൾ തങ്കത്തിന്റെ വിലയും ആഗോള വിപണിയിലെ വില വ്യത്യാസവും കറൻസിയുടെ മൂല്യത്തിലെ വ്യതിയാനങ്ങളും അനുസരിച്ച് വില നിശ്ചയിക്കുന്നു. പക്ഷേ കണക്കുകൂട്ടി വരുമ്പോൾ 4 സംഘടനകളും 4 തരത്തിലുള്ള വില നിശ്ചയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. GST വന്നതോടെ ഇതിനൊരു മാറ്റം വരുത്തണമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് സ്വർണത്തിന് ഒരൊറ്റ വില നിശ്ചയിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത്. സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ഓൾ ഇന്ത്യ ജെംസ് ആൻഡ് ജ്വല്ലറി ട്രേഡ് ഫെഡറേഷനാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. GST വന്നതോടുകൂടി പുതിയൊരു പ്രശ്നം മാർക്കറ്റിൽ ഉടലെടുത്തിട്ടുള്ള എന്താ കഴിഞ്ഞാൽ GST ടാക്സ് ഏകീകരിക്കാൻ ഇന്ത്യ ഒട്ടുക്ക് ഒരു വില ഒരു വിപണി എന്നുള്ളൊരു ആംഗിളിലാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ ജ്വല്ലറീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താ കഴിഞ്ഞാൽ ജ്വല്ലറി ഗോൾഡ് കേരളത്തിൽ തന്നെ 4 വിലകളാണ് നമ്മൾ കേൾക്കുക. ഇപ്പോൾ മെയിൻ ഒരു സംഘടനയുണ്ട്, AKGSMA, KGSDA എന്നൊക്കെ പറഞ്ഞ സംഘടനകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിലയാണ് ഓരോ മാർക്കറ്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കാണുന്ന വിലയല്ല തൃശ്ശൂർ മാർക്കറ്റിലുള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് കേരളത്തിലെ തന്നെ ഒരു ഏകീകരണം വരണം. ഈ GSTയുടെ എല്ലാ എഫക്റ്റും കിട്ടണമെങ്കിൽ ഗവൺമെൻറ് അടക്കം ഇടപെട്ടിട്ട് ഇന്ത്യ ഒട്ടുക്ക് ഒരു വില വന്നാലാണ് ഈ GSTയുടെ എഫക്റ്റ് ഗോൾഡിന് കിട്ടുള്ളൂ. കാരണം എവിടെ ചെന്ന് വാങ്ങിച്ചാലും ഒരു വിലയും ടാക്സിൻ്റെ സ്ട്രക്ചറും ഒന്നാണെങ്കിൽ പിന്നെ ഡിസൈനിനനുസരിച്ച് കൂലിയുടെ വ്യത്യാസം മാത്രമേ വരാനുള്ളൂ. അപ്പോൾ നിർബന്ധമായും ഇപ്പോൾ ജ്വല്ലറി ഫെഡറേഷനുകൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഫെഡറേഷനുകൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ ഒട്ട്. പക്ഷെ അതേസമയം 18 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 24 ക്യാരറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലുള്ള സ്വർണമാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വിൽക്കുന്നതെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രധാന പ്രശ്നം. ഗുജറാത്തിലും മറ്റും 18 ക്യാരറ്റ് സ്വർണമാണ് വിൽക്കുന്നത്. ചെന്നൈയിലെ സ്വർണ്ണവില ന്യൂഡൽഹി, മുംബൈ എന്നിവിടങ്ങളുള്ളതിനേക്കാൾ കൂടുതലാണ്. 24 ക്യാരറ്റാണ് സ്വർണത്തിന്റെ ഏറ്റവും മികച്ച പരിശുദ്ധി. മറ്റ് ലോഹങ്ങളൊന്നും ചേരാത്ത 99.99% ശുദ്ധ സ്വർണമാണ് 24 ക്യാരറ്റ് സ്വർണം. പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് 24 ക്യാരറ്റ് സ്വർണത്തിൽ ആഭരണങ്ങൾ ഉണ്ടാക്കാറില്ല. കേരളത്തിൽ 22 ക്യാരറ്റ് ഹോൾമാർക്ക് സ്വർണമാണ് നൽകുന്നത്. 916 പരിശുദ്ധിയാണ് 22 ക്യാരറ്റ് സ്വർണത്തിനുള്ളത്. BIS ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 14 ക്യാരറ്റ് എന്നിങ്ങനെ 3 തരത്തിൽ മാത്രമേ ലഭിക്കൂ. അതാത് ക്യാരറ്റേജുകൾ മൂല്യത്തോടൊപ്പം സ്വർണ്ണാഭരണത്തിൽ രേഖപ്പെടുത്തും. 22 ക്യാരറ്റ് സ്വർണ്ണാഭരണത്തിൽ 22K എന്നും 916നോടൊപ്പം 22K 916 എന്നുമാകും രേഖപ്പെടുത്തുക. 4 അടയാളങ്ങളാണ് ഹോൾമാർക്ക് മുദ്രയിൽ ഉണ്ടാവുക. BIS ചിഹ്നം, ശുദ്ധതയെ സൂചിപ്പിക്കുന്ന ക്യാരറ്റേജും മൂല്യവും ഒരുമിച്ചെഴുതിയത്, പരിശോധനാ കേന്ദ്രം തിരിച്ചറിയാനുള്ള അടയാളം, വിൽപ്പനശാലയുടെ തിരിച്ചറിയൽ ചിഹ്നം എന്നിവയാണിവ. ക്യാരറ്റ് അനുസരിച്ച് സ്വർണ്ണവിലയിലും മാറ്റമുണ്ടാകും. നമ്മൾ സ്വർണ്ണ വില എപ്പോഴും ക്യാരറ്റിനനുസരിച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ 22 ക്യാരറ്റിൻ്റെ വിലയാണ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ 22 ക്യാരറ്റിൻ്റെ വില ഇന്ത്യ ഒട്ടുക്ക് ഒരു വില തന്നെയാവണം. നമ്മളിപ്പോൾ 18 ക്യാരറ്റിൻ്റെ വിലയാണെങ്കിൽ 18 ക്യാരറ്റ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലും 22 ക്യാരറ്റ് 916 ഹോൾമാർക്ക്ഡ് ഓർണമെൻറ്റ്സ് BIS മാർക്കുള്ളത് വേണമെന്നാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത്. അപ്പോൾ BIS ഹോൾമാർക്ക് ചെയ്ത 916 ഓർണമെൻറ്റ്സിൻ്റെ വില ഇന്ത്യ ഒട്ടുക്ക് ഒരു വിലയാണെങ്കിൽ എല്ലാം തമ്മിലൊരു കമ്പാരിസൺ എളുപ്പമുണ്ടാവും, കസ്റ്റമർക്ക് കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രധാന വ്യത്യാസം കേരളത്തിൽ തമിഴ്നാടായിട്ട് കമ്പയർ ചെയ്താൽ കേരളത്തിലെ വില എപ്പോഴും ഒരു 20-30 രൂപ കുറവായിരുന്നു. ഏകീകൃത വില നിർണ്ണയം സംബന്ധിച്ച് കേരളത്തിലെ സംഘടനകൾക്കിടയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം മറ്റ് സംസ്ഥാനങ്ങളിലും ചർച്ചകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. GSTക്ക് ശേഷം 3% എന്ന ഏകീകൃത നികുതി നിരക്ക് വന്നതോടെ രാജ്യത്ത് ഒരൊറ്റ സ്വർണ്ണ വിപണിയാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെമ്പാടും മികച്ച ഡിമാൻഡുള്ള ആഭരണങ്ങൾ നികുതി നിരക്കുകളുടെ വ്യത്യാസമില്ലാതെ വിൽക്കാമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ.
കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ബാങ്കുകളെ മറ്റ് വൻകിട ബാങ്കുകളോ വ്യക്തികളോ ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കായ ധനലക്ഷ്മി ബാങ്കിന്റെ പേരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് തെറ്റാണെന്നും ബാങ്ക് ശക്തമായി മുന്നോട്ട് പോകുമെന്നും ധനലക്ഷ്മി ബാങ്ക് MD ജി ശ്രീറാം പറയുന്നു. ധനലക്ഷ്മി ബാങ്ക് MD ജി ശ്രീറാം നമ്മോടൊപ്പം ചേരുന്നു. ജി ശ്രീറാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ബാങ്കുകളിലൊന്നാണ് ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്താണ്? വിപുലീകരിക്കാനുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ധനലക്ഷ്മി ബാങ്ക് കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബാങ്കാണ്. ദർ വാസ് എ ക്യാപിറ്റൽ എറോഷൻ, ബാഡ് അക്കൗണ്ട്സ് വന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാ ബാങ്കിലുള്ള പോലെ ഞങ്ങളുടെ ബാങ്കിലും അതുണ്ടായി. ഇപ്പം കഴിഞ്ഞ കൊല്ലം വളരെ നാൾക്ക് ശേഷം വി ആർ കം ഓൺ ഗുഡ് പ്രോഫിറ്റ്. വി ആർ ക്ലോസ് ടു കംപ്ലീറ്റിംഗ് ഞങ്ങളുടെ പുതിയ ഹെഡ് ഓഫീസ് ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോയത്. അതിലേക്ക് ഹെഡ് ഓഫീസ് മാറാനായിട്ട് തീരുമാനം ആയിക്കഴിഞ്ഞു. അതും ഈ ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ നടക്കും. ഇത് കൂടാതെ രാജ്യത്തിൻ്റെ ഫലഭാഗമുള്ള ബ്രാഞ്ചസ് ഞങ്ങൾ റേഷണലൈസ് ചെയ്ത് ലോസിൽ പോയിക്കൊണ്ടിരുന്ന ബ്രാഞ്ചസ് എല്ലാം കമ്പൈൻ ചെയ്ത് ആ ബ്രാഞ്ചുകളെല്ലാം പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരികയും പിന്നെ ഉള്ള ബ്രാഞ്ച് ലൈസൻസ് കൂടുതൽ നമ്മുടെ ഫുട് പ്രിൻറ്റ്സ്, നമ്മുടെ പേര് അറിയാവുന്ന ഏരിയയിലും ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പാൻഷനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഐ മീൻ ഈസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് മോർ ഇൻ കേരള, തമിഴ്നാട്, കർണാടക ആൻഡ് ആന്ധ്ര വേർ അവർ നെയിംസ് ആർ അവർ നെയിം ഈസ് നോൺ. ഇതാണ് ബാങ്കിൻ്റെ ഉടനെയുള്ള പ്ലാൻ. ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം വിപുലീകരിക്കാനാണോ കൂടുതൽ ആലോചിക്കുന്നത്, അതോ ഉത്തരേന്ത്യയിൽ കൂടി പ്രവർത്തനം വിപുലീകരിക്കാൻ പദ്ധതിയുണ്ട്? ഉത്തരേന്ത്യയിൽ ഇപ്പോഴും നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉത്തരേന്ത്യയിലുണ്ട്. ത്രൂ ദാറ്റ് ബ്രാഞ്ചസ് വിൽ ബി എക്സ്പാൻഡിങ് ഇൻ ദ ഷോർട്ട് ടേം. എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് വളരെ സ്കോപ്പുള്ള ഇതാണ്. അവർ ബാങ്കിങ് പെനട്രേഷൻ ഇൻ ദ കൺട്രി ഈസ് വെരി സ്മോൾ. റാദർ ഐ വിൽ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദി സിറ്റീസ്, അർബൻ പ്ലേസസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെറിയ ബ്രാഞ്ചുകൾക്ക് ബാങ്കുകൾക്ക് അതിൻ്റേതായ സ്പേസ് ഉണ്ട്, വലിയ കോർപ്പറേറ്റ് ബാങ്കുകൾക്ക് അതിൻ്റേതായ സ്പേസ് ഉണ്ട്, പേയ്മെൻറ്റ് ബാങ്കിന്, സ്മോൾ ബാങ്കിന് അതിൻ്റെ സ്പേസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഐ അഗ്രി ദാറ്റ് ഇൻ ഇനിഷ്യൽ ഡേയ്സ് ദർ വിൽ ബി സം കോമ്പറ്റീഷൻ. പക്ഷേ അത് നമ്മൾ വേറെ ഏരിയാസിൽ എക്സ്പാൻഡ് ചെയ്ത് ആക്ച്വലി ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ആർ സോ വാസ്റ്റ് വേർ ദാറ്റ് നോ ബാങ്കിങ് ഈസ് ദെയർ. അപ്പോൾ അതൊരു വിഷയമായിട്ട് ബാങ്കുകളെ പ്രോഫിറ്റബിലിറ്റി അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. നേരത്തെ പല അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ധനലക്ഷ്മി ബാങ്കിനെ ഏറ്റെടുക്കാൻ ചില വ്യക്തികളും സ്ഥാപനങ്ങളും ശ്രമിക്കുന്നതായി. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാങ്കിന് എന്തെങ്കിലും തീരുമാനമുണ്ടോ, അതോ സ്വതന്ത്രമായി നിലനിൽക്കാനാണോ പദ്ധതി? അതിൽ ഒട്ടും യാഥാർത്ഥ്യമില്ല ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. വേറെ ബാങ്കുകളുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ധനലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അത് ടോട്ടലി അൺഫൗണ്ടഡ് ആയിട്ടുള്ള റൂമേഴ്സാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം 84 crores ക്യാപിറ്റൽ ആഡ് ചെയ്തു. ഇക്കൊല്ലം ഇൻ മേ വി ആഡഡ് അനദർ 120 crores. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോസ് എല്ലാം RBI സ്റ്റിപ്പുലേറ്റ് ചെയ്ത റേഷ്യോസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു ക്യാപിറ്റലിൻ്റെ ആവശ്യവുമില്ല. അങ്ങനെ ഒരു ഇഫേർട്ട് ഒരു സൈഡിൽ നിന്ന് ഉള്ളതായിട്ട് എനിക്കറിവില്ല. നന്ദി ശ്രീറാം. താങ്ക് യു വെരി മച്ച്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന് വനാമി ചെമ്മീൻ വരുന്നത് ആന്ധ്രയിൽ നിന്ന്.